ഇന്ന് ഓൾഡ് റിവ്യൂവിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് 1994 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു മമ്മൂക്ക ചിത്രത്തെ കുറിച്ചാണ്. അപ്പൊ ചിത്രത്തിന്റെ പേര് സുകൃതം എന്നാണ്. അപ്പൊ ഇത് ഡയറക്ട് ചെയ്തിട്ടുള്ളത് ഹരികുമാർ സാറാണ്. ആൻഡ് ഇതിന്റെ റൈറ്ററിന്റെ പേരാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യേണ്ടത്, MT വാസുദേവൻ നായർ സാർ. ആൻഡ് അറിയാലോ, ലെജൻഡറി റൈറ്ററാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് വളരെയധികം ലൈഫ് ഉണ്ട്. ലൈക്ക് ഒരു റിയാലിറ്റിനോട് വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ചിത്രത്തിലെ മെയിൻ എല്ലാ ഇമോഷൻസും. വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള ചിത്രം കൂടിയാണിത്. അപ്പോ സിനിമയിലെ പ്രധാന കഥാപാത്രം ചെയ്തിട്ടുള്ളത് ഒന്ന് മമ്മൂക്ക, അതുപോലെ രവിശങ്കർ ഒരു ജേർണലിസ്റ്റിന്റെ റോളാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ പുള്ളിക്കാരന്റെ വൈഫായിട്ട് ഗൗതമി മാം, മാലിനി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അതുപോലെ തന്നെ മനോജ് കെ ജയൻ, അതുപോലെ നായർപ്രസാദ് സാറ്, ഒടിയൂർ ചേട്ടൻ, കവിയൂർ പൊന്നം ചേച്ചി, അങ്ങനെ നിരവധി ആക്ടേഴ്സ് ഉള്ള ഒരു നല്ലൊരു ചിത്രമാണ്. ഞാൻ പറഞ്ഞത് വളരെയധികം ലൈഫുള്ള ചിത്രമാണ്. അപ്പോ കഥാപശ്ചാത്തലം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ രവിശങ്കർ എന്ന് പറയുന്ന മമ്മൂക്കയുടെ ക്യാരക്ടർ ഒരു ജേർണലിസ്റ്റ് ആണല്ലോ, നേരത്തെ പറഞ്ഞ പോലെ. ആ ഒരു ദിവസം ഈ ആൾക്ക് ഇതുപോലെ തന്നെ ബ്ലഡ് ക്യാൻസർ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം ആള് ലൈഫിൽ വളരെയധികം ഡിപ്രസ്ഡ് ആയി പോകുന്നതും, പിന്നീട് ലൈഫിൽ ആൾ എടുക്കുന്ന തീരുമാനങ്ങൾ, ആളുടെ ടെൻഷൻസ്, ലൈക്ക് ഭാര്യക്ക് എന്ത് പറ്റും, അല്ലെങ്കിൽ തന്റെ കുടുംബം എന്താവും, വഴിയാധാരപ്പെട്ടു പോകുക, മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്നുള്ള ചിന്താഗതിയിൽ നിന്നും ആളെടുക്കുന്ന കുറെ ഡിസിഷൻസും ആൾക്ക് പറ്റുന്ന കുറെ കാര്യങ്ങളുമാണ് ഇതിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നീട് ഒരു ട്വിസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. ആ ട്വിസ്റ്റിന് ശേഷം കഥയ്ക്ക് വേറൊരു ഒരു ഇമോഷണൽ ലെവലിലേക്കാണ് പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആസ്പെക്ട് ആണ് ഇതിൽ ഏറ്റവും ലൈക്ക് നമ്മളെ ഹേർട്ട് ടച്ച് ചെയ്യുന്ന ഭാഗം. അതെന്താ ഞാൻ പറയാത്തതെന്ന് വെച്ചാൽ ആ ഒരു കഥന്റെ രസം പോകും. നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി ആ ഒരു ഏരിയ മുതൽ ഇങ്ങോട്ട് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്ത് പോകും. അതിലും ഭേദം ആ ഒരു സംഭവം വരുന്നത് ആ നാച്ചുറൽ സിനിമ കാണുന്ന സമയത്ത് തന്നെ അറിയുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ ആ സമയത്ത് ആ സിനിമയിൽ ഉണ്ടാവുന്ന ഇമോഷൻ എന്ന് പറയുന്നത് വളരെയധികം നമുക്ക് മനസ്സിൽ ഭയങ്കരമായിട്ട് കൊള്ളും. ആ ഒരു ക്യാരക്ടറിന്റെ അവസ്ഥ, രവിശങ്കർ എന്ന ആ ക്യാരക്ടറിന്റെ അവസ്ഥ വളരെയധികം നമുക്ക് ടച്ച് ചെയ്യും. അപ്പം വളരെ ഹെർട്ട് ടച്ചിങ് ആയിട്ടുള്ള സിനിമയാണ്. കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കണം തന്നെ ഞാൻ പറയുള്ളൂ. മസ്റ്റ് വാച്ച് ഐറ്റം എന്നൊന്നും പറയുന്നില്ലെങ്കിൽ പോലും, ബട്ട് മമ്മൂക്കാന്റെ കരിയറിൽ പെട്ട ബെസ്റ്റ് മൂവീസിൽപ്പെട്ട ഒരു ചിത്രം തന്നെയാണ് സുഹൃതം. നിങ്ങൾ കണ്ടു നോക്കുക. ഇതിൽ ഈ മനോജ് ജയനും അതുപോലെ തന്നെ മമ്മൂക്കാക്കും ഗൗതമിക്കാണ് മെയിൻ ലീഡിങ് റോൾസ് ഉള്ളത്. ഇവർ മൂന്നാളാണ് ഇതിന്റെ മെയിൻ കോർ എന്ന് പറയുന്നത് ഈ സിനിമയുടെ. ഇത് നിങ്ങൾ കണ്ടു നോക്കുക. ഇത് നിങ്ങൾക്ക് ജിയോ ഹോട്ട്സ്റ്റാറിലും അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലും ഇവൻ യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ചിത്രം കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ്സ് അറിയിക്കുക. ഇനി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചിത്രം കണ്ടപ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ കമന്റ്സ് അറിയിക്കണം. സോ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.